ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി. എന്താ എല്ലാവരും എത്തിക്കഴിഞ്ഞില്ലേ? എന്താ റോബോട്ടുകാരനും കൂടിയിട്ട് എന്താ കാര്യം? പറയേ, എല്ലാവരും കേൾക്കട്ടെ. റോബോട്ട് എന്താ പറയണത്? പെട്രോൾ ലാഭിക്കാൻ വേണ്ടി വിദ്യ കണ്ടുപിടിച്ചു. അത് ശരി ശരി, എന്താണ്? കേൾക്കട്ടെ. പെട്രോളിന് വില കൂടി വരില്ലേ, ലാഭിക്കാനുള്ള വിദ്യ എപ്പോഴും എന്നുള്ളത്. എന്താണ് റോബോട്ട് പറയുന്നത്? വണ്ടി ഇറക്കത്തിൽ എൻജിൻ ഓഫ് ചെയ്യുക, തനത്തെ ഓടുമല്ലോ അല്ലേ? പെട്രോൾ ലാഭിക്കാം, ശരിയാണ്. എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ പെട്രോൾ വേണ്ടല്ലോ, വണ്ടി ഓടുകയും ചെയ്യും ഇറക്കത്തില്ല, എല്ലാം ശരി തന്നെ. പക്ഷേ അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ എൻജിൻ ഓഫ് ചെയ്തിട്ട് കാറായാലും ബൈക്കായാലും നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അത് ഇപ്പം ബ്രേക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത്ര സേഫ് അല്ല. പെട്രോൾ ലാഭിക്കാൻ പറ്റും, പക്ഷേ സേഫ് അല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാനും പാടില്ല, അല്ലേ? പോട്ടെ. ശരി. അപ്പോൾ കുട്ടികൾ നല്ല നല്ല ഗംഭീര കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ലേ? നന്നായി വരട്ടെ. ഇങ്ങനെ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന എല്ലാതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, അല്ലേ? അതെന്താ എങ്ങനെ, ഇതെന്താ അങ്ങനെ ചിന്തിച്ചും ആൾക്കാരോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടേ നമ്മുടെ അറിവ് വളരുള്ളൂ, അല്ലേ? അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. എന്താണ് ഇന്ന്? CBSE മാത്സിലത്തെ ക്ലാസ് 7 ചാപ്റ്റർ 3 ഡാറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ പാർട്ട് 5 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് പോരും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ചാൻസസ് ആൻഡ് പ്രോബബിലിറ്റീസ്. വളരെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഡാറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ. ചാൻസസ് ആൻഡ് പ്രോബബിലിറ്റീസ്. എന്താണ് ചാൻസസ്? ഇപ്പോൾ റോബോട്ട് സൈക്കിൾ ഓടിച്ച് പോവുകയാണ്. റോബോട്ട് വീഴോ വീഴാതിരിക്കുകയോ, രണ്ടിനും ചാൻസ് ഉണ്ട്, അല്ലേ? വീഴുമെന്ന് ചോദിച്ചാൽ വീഴാം, പെട്ടെന്നൊരു ശ്രദ്ധയില്ലാണ്ട് വീഴാം. വീഴാതിരിക്കുക വെച്ചാൽ വീഴാതെ ഇരിക്കാം. രണ്ടും സംഭവിക്കാം, അല്ലേ? ഇതിന് രണ്ടിനും ചാൻസ് ഉണ്ട്. വീഴാനും ചാൻസ് ഉണ്ട്, വീഴാതിരിക്കാനും ചാൻസ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ കോയിൻ്റെ ഹെഡ് ഓർ ടെയിൽ എന്ന് പറഞ്ഞ കളിയില്ലേ? ഇങ്ങനെ ഇട്ടിട്ട് ഹെഡാണോ വരിക ടെയിലാണോ വരിക? അതിനും ഈ പറഞ്ഞ മാതിരി ഹെഡ് വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് വരുമൊന്നുമില്ല. ഹെഡ് വന്നേക്കാം, ചിലപ്പോൾ ടെയിൽ വന്നേക്കാം. രണ്ടിനും ചാൻസ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ ഇപ്പോൾ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതിന് പകരം വെസ്റ്റ് സൈഡിൽ നിന്ന് ഉദിച്ചു വരിക, അത് ഇമ്പോസിബിളാണ്, അല്ലേ? അതിൽ ചാൻസിൻ്റെ അല്ല, അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇങ്ങനെ ഈ ഓരോന്നിൻ്റെ പോസിബിലിറ്റിയെ അല്ലെങ്കിൽ കുറിച്ച് പറയുന്നതിനാണ് ഈ പ്രോബാബിലിറ്റി എന്നാണ് മാത്തമാറ്റിക്കൽ ടേം. പ്രോബാബിലിറ്റി എന്ന് പറയും. ഇപ്പോൾ ഈ കോയിൻ്റെ ഇതെടുത്തു, ഒന്നുമില്ലെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. രണ്ടിലേതെങ്കിലും ഒന്ന് വരുന്നതിന് ഷുവറല്ലേ? അപ്പോൾ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള പ്രോബാബിലിറ്റി എത്ര വെച്ച് കഴിഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഒരു തവണ ഒന്നുമില്ലെങ്കിൽ ഹെഡാവാം അല്ലെങ്കിൽ ടെയിലാവാം. ഇപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, അതിലൊന്ന് ഹെഡാവാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ഇതാക്കും? 1/2. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അതായത് 2 പോസിബിലിറ്റി ഉണ്ട്, അതിൽ ഒന്ന് ഉറപ്പാണ്, 1/2 ആണ്. ഇനി ടെയിൽ വരാനുള്ള പോസിബിലിറ്റി അത് തന്നെയാണ്, 1/2. നേരെ മറിച്ച് ഈ നമ്മുടെ ചില കളികൾക്കൊക്കെ ഉപയോഗിക്കില്ലേ, 6 ഫേസ്ഡ് ആയിട്ടുള്ള ഒരു കട്ട, ക്യൂബ്. ആ ക്യൂബ് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ 1 എന്ന് വരും, ചിലപ്പോൾ 2 എന്ന് വരും, 6 വരെയുള്ള നമ്പർ വരും. ഓരോ ഫേസിലും ഓരോ നമ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ക്യൂബ് ഇങ്ങനെ ഇടുമ്പോൾ, ടോസ് ചെയ്തിട്ട് താഴത്തേക്ക് വീഴുമ്പോൾ 5 വരാനുള്ള ചാൻസ് എത്രയാണ്? അങ്ങനെ പറയുമ്പോൾ അത് 6 പോസിബിലിറ്റി ഉണ്ട്, അതിലൊന്നാണ് 5 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? 1/6 പ്രോബബിലിറ്റി ഉണ്ട്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി 1/2, ക്യൂബ്
ടോസ് ചെയ്യുമ്പോൾ 5 വരാനുള്ള പോസിബിലിറ്റി 1/6 6 ഫേസ് ഉണ്ട്, അതുകൊണ്ടാണ് അല്ലേ. സൂര്യൻ പടിഞ്ഞാറ് വെസ്റ്റ് സൈഡിൽ നിന്ന് റൈസ് ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി 0 ആണ്. അങ്ങനെ ഇമ്പോസിബിളാണ്. ഇമ്പോസിബിളായുള്ള സ്ഥാനത്തിന് നമ്മൾ പ്രോബാബിലിറ്റി 0 എന്ന് എടുക്കും. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ. പിന്നെ ഒരു ഹോൾ നമ്പറിനെ വേറൊരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈ 2 ഹോൾ നമ്പറിനേക്കാളും വലുതാവാനുള്ള പോസിബിലിറ്റി അത് അല്ലെങ്കിൽ മറ്റേ വലുതാവാനല്ല, കുറയാതിരിക്കാനുള്ള പോസിബിലിറ്റി. ഇപ്പോൾ 1 × 2 2 അല്ലേ, അതിനേക്കാൾ 2-നേക്കാളും ചെറുതാവില്ലല്ലോ. അത് ഉറപ്പാണ്, പോസിബിലിറ്റി അത് 100% ആണ്. 2 ഹോൾ നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഹോൾ നമ്പറിനേക്കാളും താഴെ മൾട്ടിപ്ലിക്കേഷൻ്റെ വാല്യൂ വരില്ല. ഇപ്പോൾ 1 × 1 1 1-നേക്കാളും താഴെ വരില്ലല്ലോ. 2 × 4 8 അങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ ആ 2 നമ്പറിനേക്കാളും താഴാനുള്ള പോസിബിലിറ്റി ഇല്ല. അതോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ, ആ നമ്പറിൽ കൂടുതലുള്ള പോസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ഹോൾ നമ്പർ എന്നുള്ളതല്ല, നമുക്കിങ്ങനെ പറയാം. ഇപ്പോൾ 10-നും 20-ക്കും ഇടയിലുള്ള ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കൂടാനുള്ള പോസിബിലിറ്റി ഓൾവേസ് ആണ് അല്ലേ. 10-ന് 11 ഉണ്ടായാലും 11-ന് 15 ഉണ്ടായാലും ആ 2 നമ്പറിനേക്കാളും വലിയൊരു വാല്യൂ ആണ് ആൻസറായി കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ആ തരം കേസിൽ പ്രോബബിലിറ്റി 100% ആണ്. അങ്ങനെ 100% പ്രോബബിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ 1 ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം 3 ഇതാണ്. ഒരു പോസിബിലിറ്റി ഇല്ല, തീരെ സംഭവിക്കുകയില്ലെങ്കിൽ, ഇമ്പോസിബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0. ഓൾവേസ് അത് സംഭവിക്കും എങ്കിൽ 1. ഇപ്പോൾ സണ്ണ് ഈസ്റ്റ് സൈഡിൽ റൈസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1. സണ്ണ് വെസ്റ്റ് സൈഡിൽ റൈസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 0. ഒരിക്കലും സംഭവിക്കില്ല. നേരെ മറിച്ച് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ ലഭിക്കാനുള്ള പോസിബിലിറ്റി 1/2. എന്തുകൊണ്ട്? ഈ 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് 1/2. മറ്റേത് ക്യൂബിൻ്റെ ആണെങ്കിൽ 1/6. വളരെ സിമ്പിളല്ലേ. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു ബിന്ദുവിൻ്റെ കയ്യിൽ ഒരു ഡപ്പയുണ്ടെന്ന് വിചാരിക്കാം. ആ ഡപ്പയിൽ നമ്മൾ ഒരു 10 റുപ്പി നോട്ട് ഇടുന്നു, ഒരു 20 റുപ്പി നോട്ട് ഇടുന്നു, ഒരു 50 റുപ്പി നോട്ട് ഇടുന്നു, ഒരു 100 റുപ്പി നോട്ട് ഇടുന്നു. എന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മൾ അഞ്ജലിയോട് ഒരു നോട്ട് എടുക്കാൻ പറയണം. കാണുന്നില്ല, ഏതാ നോട്ടൊന്നും കാണുന്നില്ല. കണ്ണടച്ചിട്ട് ഒരു നോട്ട് എടുക്കാൻ പറയാൻ കഴിയുക. അപ്പോൾ 50 റുപ്പിയുടെ നോട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 50 റുപ്പിയുടെ നോട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു? 10 ആവാം, 20 ആവാം, 50 ആവാം, 100 ആവാം. 4 പോസിബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒരു പോസിബിലിറ്റിയാണ് 50 ആവാനുള്ളത്. അപ്പോൾ 1/4 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി വരിക. ഒരു 50 റുപ്പി നോട്ട് അഞ്ജലി ആ ഡപ്പയിൽ ഇട്ടിട്ട് കൈയിട്ട് എടുക്കുമ്പോൾ 50 റുപ്പീസ് നോട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. എന്തുകൊണ്ടാണ്? 4 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാണ് 50 റുപ്പിയുടെ 1/4 അല്ലേ. അതേമാതിരി ഒരു ബോക്സിൻ്റെ ഉള്ളിൽ റോബോട്ടിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഗോട്ടിക്കായ ഇല്ലേ, ഇങ്ങനെ റൗണ്ടിലുള്ള സ്ഫിയർ ഷേപ്പിലുള്ളത്, അത് ഒരു റെഡ് കളറും ഗ്രീൻ കളറും ബ്ലൂ കളറും 3 കളറിലുള്ള ഗോട്ടിക്ക ഒരേ വലുപ്പത്തിലുള്ളത്. അപ്പോൾ അരുൺ റോബോട്ടിൻ്റെ ആ ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗോട്ടിക്കായ എടുക്കുകയാണെങ്കിൽ ബ്ലൂ കളർ കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി എന്താണ്? 1/3 അല്ലേ. അതായത് 3 പോസിബിലിറ്റിയാണ്, അതിൽ 1. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിങ്ങുമാണ്, സിമ്പിളാണ്. പിന്നെ കൂടുതൽ പഠിക്കുന്നവർ അതിൻ്റെ കുറച്ച് കോംപ്ലക്സ് ആയി വരും. ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന
ഒരു കാര്യമാണ് ചാൻസസ് ആൻഡ് പ്രോബബിലിറ്റി. ശരിയല്ലേ? ശരി. അപ്പോൾ ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി ഏതെങ്കിലും കൂട്ടുകാരോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയുകയും വേണം. അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.